ശരി. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം അധ്യായം 6 നാരദ മഹർഷിയും വ്യാസദേവനും മധ്യേയുള്ള സംഭാഷണം എന്ന അധ്യായത്തിന്റെ ശ്ലോകം 6 നോക്കാം. ഏകാത്മജാ മേ ജനനി യോഷി മൂഢാച കിംകരി മയ്യാത്മജേ അനന്യഗതം ചക്രേ സ്നേഹാനുബന്ധനം. അതായത് ഇവിടെ പറയുന്നത് ഒരു സാധാരണ സ്ത്രീയും പരിചാരികയുമായ എന്റെ മാതാവിന്റെ ഏകപുത്രനാകയാൽ അവർക്ക് ആശ്രയത്തിന് ഞാൻ ഒഴികെ മറ്റൊരു വഴിയുമില്ലായിരുന്നു. ആകയാൽ അവർ സ്നേഹമെന്ന ബന്ധനത്തിൽ എന്നെ ബന്ധിച്ചു. അപ്പോൾ ഇവിടെ നാരദ മഹർഷി വ്യാസദേവന് ഉപദേശിക്കുന്ന സന്ദർഭമാണ് നമ്മൾ കണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാല് വ്യാസദേവൻ മാനവരാശിയുടെ നന്മയ്ക്കായിട്ട് ഒന്നായിരുന്ന വേദത്തെ 4ആയി തരംതിരിച്ചു. മാത്രമല്ല അദ്ദേഹം ആ വേദങ്ങളുടെ എല്ലാം സബ് ഡിവിഷനായിട്ട് ഉപനിഷത്തുകളും രചിച്ചു. ആ ഉപനിഷത്തുകളെല്ലാം രചിച്ചു. അതിനു പുറമെ അദ്ദേഹം വേദാന്ത സൂത്രവും രചിച്ചു. അപ്പൊ എല്ലാ മാനവരാശിയുടെ നന്മയ്ക്കായിട്ട് ചിട്ടപ്പെടുത്തി വേദവ്യാസൻ എല്ലാം ക്രമീകരിച്ചു വെച്ചിരുന്നു. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് എന്തോ മനസ്സിന് സംതൃപ്തി തോന്നിയില്ല. അല്ലെങ്കിൽ ഒരു വല്ലാത്ത എന്തോ ഒരു ദുഃഖം അദ്ദേഹത്തിന്റെ മനസ്സിനെ അലട്ടിയിരുന്നു. എന്താണെന്ന് ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അത് കാരണം അദ്ദേഹം ഭഗവാനിൽ മെഡിറ്റേഷൻ തുടങ്ങി. അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന വ്യാസദേവന്റെ മുന്നിൽ ശ്രീ നാരദ മഹർഷി പ്രത്യക്ഷനായി. നമുക്കെല്ലാം നാരദ മഹർഷി ഭഗവാന്റെ പരമഭക്തനാണ്. നാരദ മഹർഷിക്ക് ബ്രഹ്മാവിൽ നിന്ന് ഉപാസന കാണുന്നവരാണ് പകർന്നു തുടങ്ങിയത്. അതായത് വേദങ്ങളുടെ 3 ക്ലാസിഫിക്കേഷൻ ഉള്ളതില് കർമ്മകാണ്ഡോ, ജ്ഞാനകാണ്ഡോ, ഉപാസനകാണ്ഡോ, ഈ 3 ക്ലാസിഫിക്കേഷനില് ഉപാസന കാണ്ഡമാണ് നാരദ മഹർഷിക്കായി ഉപദേശിച്ച് നൽകപ്പെട്ടത്. അപ്പോൾ ആ ഉപാസന കാണ്ഡയിലാണ് അഷ്ടാംഗ യോഗ എല്ലാം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഉപാസന കാണ്ഡയുടെ അവസാനം പറഞ്ഞിട്ടുണ്ട്, അന്ത്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ 33 ദേവീ ദേവന്മാർ, അതായത് ജ്ഞാനകാണ്ഡയിലും കർമ്മകാണ്ഡയിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന ദേവീ ദേവന്മാരെല്ലാവരും ഈ ഗോവിന്ദനാകുന്ന ഭഗവാനെയാണ് വർഷിപ്പ് ചെയ്യുന്നത്. ഭഗവാന്റെ കൺട്രോളിലാണ് ഇവരെല്ലാം പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കുന്ന വേദങ്ങളുടെ യുക്തി മനസ്സിലാക്കുന്ന ആളുകളെയാണ് വേദാന്തികൾ എന്ന് പറയുന്നത്. അപ്പൊ നാരദ മഹർഷി ഒരു വേദാന്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം നാരദീയ പഞ്ചരാത്രിക വിധി ക്രമപ്പെടുത്തിയിരുന്നു. ആ വിധിയിലൂടെയാണ്, അതായത് നാരദീയ പഞ്ചരാത്രിക വിധിയിലൂടെയാണ് നമ്മുടെ ഹരികൃഷ്ണ പ്രസ്ഥാനത്തിലെ എല്ലാ ആചാര ചടങ്ങുകളും നടത്തുന്നത്. അപ്പൊ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, എല്ലാ മഹർഷികളിലും വെച്ച് നാരദനാണ് ഭഗവാൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ നാരദൻ എന്ന് പറയുന്നതും ഒരു പൊസിഷനാണ്, അല്ലാതെ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നതല്ല. ഏതൊരു ജീവാത്മാവിനും നാരദീയ പൊസിഷനിൽ എത്താൻ പറ്റും. അതിനുള്ള ഉദാഹരണവും കൂടിയാണ് നാരദ മഹർഷി തന്റെ പ്രീവിയസ് ജന്മത്തിലെ കഥ വ്യാസദേവന് പറഞ്ഞു കൊടുക്കുന്നത്. ശരിക്കും കഥയല്ല, ഇത് നടന്ന സംഭവം തന്നെയാണ്. അതായത് നാരദ മഹർഷി ഒരു ദാസ്യ സ്ത്രീയുടെ പുത്രനായി ജന്മമെടുത്തിരുന്നു. ആ സമയത്ത് അവര് വേദാന്തികളെ, അല്ലെങ്കിൽ ചാതുർമാസ്യ വ്രതം എടുത്തിരിക്കുന്ന വേദാന്തികൾ എന്ന് എടുത്തു പറയുന്നുണ്ട്. വേദാന്തികൾ എന്ന് പറഞ്ഞാൽ വേദങ്ങളുടെ അവസാനത്തെ പോയിന്റ് മനസ്സിലാക്കുന്നവരെയാണ് വേദാന്തികൾ എന്ന് പറയുക. ആ വേദാന്തികളുടെ
പരിചരണത്തിനായിട്ട് ഈ നാരദ മഹർഷി കുട്ടിയായിരുന്ന സമയത്ത് അവന്റെ അമ്മ നിയോഗിക്കപ്പെട്ടു. അങ്ങനെ ആ സ്ത്രീയുടെ കൂടെ ഈ കുട്ടിയും വേദാന്തികളുടെ സാമീപ്യം അനുഭവിച്ചിരുന്നു, അസോസിയേഷൻ ലഭിച്ചിരുന്നു. അപ്രകാരം സാധാരണ കുട്ടികളെല്ലാം വളരെ പറഞ്ഞാൽ കേൾക്കാത്ത ക്രിയേറ്റീവ് ആയിട്ടുള്ള നോട്ടി ആയിട്ടുള്ള കുട്ടികളായിരിക്കും. പക്ഷെ നാരദ മഹർഷി കുട്ടിയായിരുന്ന സമയത്ത് വളരെ അനുസരണാശീലമുള്ളവനും അച്ചടക്ക സ്വഭാവമുള്ളവനും വളരെ ശ്രദ്ധാലുവുമായിരുന്നു. ഇത് വേദാന്തികൾ ശ്രദ്ധിക്കുകയും അപ്രകാരം ആ കുട്ടിയോട് കരുണ തോന്നുകയും ആ വേദാന്തികൾ ഭഗവാനെ പറ്റി ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ മഹിമകൾ കേട്ട് കേട്ട് ആ കുട്ടിക്ക് ഒരു ദിവസം ആ വേദാന്തികളുടെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുവാനും സാഹചര്യം ഉണ്ടായി. അപ്പോ ഭഗവാനെ പറ്റിയുള്ള ഒരു വിവരണം ആ വേദാന്തികളിൽ നിന്ന് മനസ്സിലാക്കിയ ആ കുട്ടിക്ക് അമ്മ മാത്രമായിരുന്നു ആശ്രയം. അപ്പൊ ഈ ശ്ലോകത്തിൽ പറയുന്നു, സാധാരണ ഒരു സ്ത്രീ ആയിരുന്നു എൻ്റെ അമ്മ. മാത്രമല്ല അവർക്ക് മറ്റാരുമില്ലായിരുന്നു, ഭർത്താവില്ലായിരുന്നു, മറ്റു കുട്ടികളില്ലായിരുന്നു. അപ്പൊ ഈ കുട്ടി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അമ്മയും കുഞ്ഞും മാത്രമായിട്ടായിരുന്നു ഒരു ചെറിയ കുടിലിൽ താമസിച്ചു വന്നത്. അപ്പോൾ അവർക്ക് വളർത്താനായിട്ട് പശുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പശുക്കളിൽ നിന്നാണ്, ശരിക്കും പറഞ്ഞാൽ പശുക്കൾ ഉള്ളവരാണ് ഏറ്റവും സമ്പന്നർ അന്നത്തെ കാലത്ത്. അപ്പോൾ അവർക്ക് ഒരു പശു ഉണ്ടായിരുന്നു. ആ പശുവിന്റെ പാല് കറന്ന് വിറ്റിട്ടാണ് അവര് ഉപജീവനം നടത്തി വന്നത്. അതിനിടയിലാണ് ചാതുർമാസ്യ വ്രതത്തിന് അവർക്ക് വേദാന്തികളെ ശുശ്രൂഷിക്കാനുള്ള ഒരു അവസരവും വന്നു ചേർന്നത്. അപ്പോ ഒരു ദിവസം പാല് കറക്കാൻ പോയ ഈ അമ്മയെ സർപ്പദംശമേറ്റ് മരിക്കാനിടയായി. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോ അടുത്ത ശ്ലോകം കൂടെ നമുക്കൊന്ന് നോക്കാം. സ്വതന്ത്രാന കൽപ്പാസി ഉദ്യോഗക്ഷേമമേച്ഛതി ഈശസ്യാഹി വശേ ലോകോ യോഷാദാരുമയീയത. അങ്ങനെ ആ അമ്മയ്ക്ക് മറ്റാരുമില്ലാതെ ഈ കുട്ടി മാത്രമായിരുന്നു ആശ്രയം. ഈ കുട്ടിക്ക് അമ്മയും മാത്രമായിരുന്നു ആശ്രയം. അപ്രകാരം ആ കുട്ടി ഒരു ദിവസം ഇങ്ങനെ അമ്മ മരിക്കുന്നത് തിരിച്ചറിഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് അതീവ ദുഃഖം തോന്നിയെങ്കിലും ആ വേദാന്തികളുടെ സാമീപ്യത്താൽ അല്ലെങ്കിൽ വേദാന്തികളിൽ നിന്ന് അറിഞ്ഞ ഭഗവാനാണ് ഏക ആശ്രയം എന്ന് മനസ്സിലാക്കിയ ആ കുട്ടി ആ വീട് വിട്ടിറങ്ങുകയാണ്. എങ്ങോട്ടൊന്നില്ലാതെ യാത്രയാകുന്നു. ഒരേ ഒരു ലക്ഷ്യം മാത്രം, ഭഗവാനെ ആശ്രയിക്കുക അല്ലെങ്കിൽ ഭഗവാനെ നേരിൽ കാണുക, ഭഗവാനെ അഭയം തേടുക. ഇത് മാത്രമായിരുന്നു 5 വയസ്സുള്ള ആ കുട്ടിയുടെ ലക്ഷ്യം. ഇവിടെ പറയുന്നത് പരമപുരുഷന്റെ പരിപൂർണ നിയന്ത്രണത്തിലാണ് ഈ വിശ്വം മുഴുവൻ എന്ന് പറയുന്നു. അത് വാസ്തവം തന്നെയാണ്. ഈ കുറേശ്ശെ വേദവ്യാസന് നാരദ മഹർഷി തത്വം പറഞ്ഞു കൊടുക്കാണ്. അതായത് ഭഗവാന്റെ സുപ്രീമസി എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാനാണ് തന്റെ പ്രീവിയസ് ജന്മത്തിലെ കഥ വരെ പറഞ്ഞത്. അപ്പോ ആ സമയത്ത് ഈ രേഷ്മ എഴുത്തും കൂടെ. ഓക്കെ മാതാജി. ഇറ്റ്സ് ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പോ ഈ 7ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ വിശ്വമാണ്, ഈ ലോകം മുഴുവന്റെയും അധിപനാണ് അല്ലെങ്കിൽ പരിപൂർണ നിയന്ത്രണത്തിലാണ് ഈ ലോകം മുഴുവൻ, യൂണിവേഴ്സ് മൊത്തവും അല്ലെങ്കിൽ ഈ വിശ്വം എന്ന് പറയുന്നത് എല്ലാ ബ്രഹ്മാണ്ടങ്ങളെയും ചേർത്തിട്ടാണ്. ഇതെന്നെ എല്ലാം നിയന്ത്രിക്കുന്നത് സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന് അറിഞ്ഞപ്പോഴാണ് ഈ കുട്ടിക്ക് ആ ഭഗവാനോടുള്ള ആ ഭക്തിയും ആ ആശ്രയത്വവും എല്ലാം വന്നു ചേർന്നത്. അത് ആ കുട്ടിയുടെ ഭാഗ്യമായി കരുതുന്നു. ഇപ്പോൾ വേദാന്തികളിൽ നിന്ന് കേട്ടറിഞ്ഞ ആ പരമദിവ്യോത്തമ പുരുഷനെ ആശ്രയിക്കാനായിട്ട് ആ കുട്ടി കാടുകളും മലകളും ചവിട്ടി കുന്നുകളും എല്ലാം കയറി ഇറങ്ങി ഒരു പ്രശാന്തമായ സ്ഥലത്തേക്ക് യാത്ര തിരിച്ചതായി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ 8ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത് നോക്കാം. മാത്രമല്ല 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഏവരും പാവകളിക്കാരന്റെ കയ്യിലിരിക്കുന്ന മരപ്പാവകളെ പോലെയാണെന്ന്. അതായത് ഏവരും എന്നുദ്ദേശിച്ചത് നമ്മൾ ജീവാത്മാക്കളായ നമ്മളെല്ലാവരും ഒരു പാവകളിക്കാരന്റെ കയ്യിൽ ഇരിക്കുന്ന, ചരടിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ആ പാവ കളിപ്പിക്കുന്ന ആള് എപ്രകാരം ചലിപ്പിക്കുന്നുവോ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ചലിക്കാൻ സാധിക്കൂ എന്ന വലിയ സത്യം കൂടെ ഇവിടെ പ്രഭുപാദം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നു ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് നമ്മള് കഴിവുകൊണ്ടാണ്, ഇതെല്ലാം അക്വയർ ചെയ്തത് നമ്മുടെ ശക്തി കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ നാസയിലും ISROയിലും ഒക്കെ ഉള്ളവര് ചന്ദ്രായനം അയക്കുന്നു,
ചൊവ്വയിലേക്ക് ഗ്രഹങ്ങളെയൊക്കെ വിക്ഷേപിക്കുന്നു. ഇതെല്ലാം അവരുടെ കഴിവാണ് എന്ന് അവർ ചിന്തിക്കുന്നു. പക്ഷേ ഇതെല്ലാം ഭഗവാന്റെ കൃപ കൊണ്ട് സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തിയാൽ, എനർജിയാൽ അവര് കിട്ടിയ സാധനങ്ങളെല്ലാം സംയോജിപ്പിച്ച് അതിനനുസരിച്ചമായ ഉപഗ്രഹങ്ങളും റോക്കറ്റുകളും ഒക്കെ ഉണ്ടാക്കുന്നു എന്ന് മാത്രം. അല്ലാതെ ആ റോക്കറ്റുകളുടെ പാർട്സുകളൊന്നും അവര് സ്വയമേവ ഉണ്ടാക്കിയതല്ല. കിട്ടിയ സാധനങ്ങൾ വെച്ച് അസംബിൾ ചെയ്ത് അവരുണ്ടാക്കുന്നു എന്ന് മാത്രം. ഓരോരുത്തർ പറയുന്നു ഞാൻ ഉണ്ടാക്കിയതാന്ന് അങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷെ ഒരാളെ കൊണ്ടും ഒന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. എല്ലാം ഭഗവാനാൽ നിർമ്മിക്കപ്പെട്ട സാധനങ്ങളെ വെച്ചിട്ട് നമുക്ക് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റി വെക്കാമെന്ന് മാത്രം. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ കുറെ വെജിറ്റബിൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിയലിനുള്ള കഷ്ണങ്ങൾ സെപ്പറേറ്റ് വയ്ക്കും, സാമ്പാറിനുള്ള കഷ്ണങ്ങൾ സെപ്പറേറ്റ് വയ്ക്കും. എന്നിട്ട് അവിയൽ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാനാണ് അവിയൽ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ അതിൽ എത്രത്തോളം സത്യം ഉണ്ടാവും? ശരിക്കും പറഞ്ഞാൽ ആ അവിയലിൽ ചേർന്നിട്ടുള്ള കഷ്ണങ്ങളെല്ലാം ഉണ്ടാക്കിയത് ഭഗവാനല്ലേ. അപ്പൊ ഭഗവാനല്ലേ ഇത്. നമ്മൾ എന്താ ചെയ്തത്? കയ്യിൽ കിട്ടിയ കഷ്ണങ്ങൾ വെച്ചിട്ട് അവിയൽ ഉണ്ടാക്കി. ഇതുപോലെ തന്നെയാണ് ശാസ്ത്രജ്ഞരും പല പല കണ്ടുപിടുത്തങ്ങളും നടത്തുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ഉള്ള ഒരു വസ്തുവിനെ കണ്ടുപിടിച്ചു, തിരിച്ചറിഞ്ഞു എന്ന് മാത്രമാണ് ഓരോരുത്തരും ചെയ്യുന്നത്. പക്ഷെ നമ്മളെല്ലാവരും ചിന്തിക്കുന്നു ഞാനാണെന്ന്. ഇതെല്ലാം വെറും ഒരു പാവ കളിക്കാരന്റെ കയ്യിലെ പാവകളെ പോലെ മാത്രമാണെന്ന് ഉള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അതിനും കൂടെയാണ് പ്രഭുപാദ് അവിടെ അത് പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്ത ശ്ലോകം കൂടെ നോക്കാം. ശ്ലോകം 8. അഹം ച തദ്ബ്രഹ്മകുലേ ഊഷിവാംസ്തദുപേക്ഷയാ ദിഗ്ദേശകാല ഉൽപ്പന്നോ ബാലക പഞ്ചഹായന. അതായത് ഞാൻ 5 വയസ്സു മാത്രം പ്രായമുള്ള പിഞ്ചു ബാലനായിരിക്കുമ്പോൾ ഒരു ബ്രാഹ്മണ പാഠശാലയിലാണ് ജീവിച്ചു പോന്നത്. ഭിന്ന ദിക്ക് ദേശങ്ങളെ കുറിച്ചുള്ള യാതൊരു പരിജ്ഞാനവും ഇല്ലാത്ത ഞാൻ എൻ്റെ മാതാവിൻ്റെ സ്നേഹത്തെ ആശ്രയിച്ചാണ് ജീവിതം ചെലവഴിച്ചത്. അപ്പോ ഈ കുട്ടി പറയുന്നു, എനിക്ക് അമ്മ മാത്രമേ ആശ്രയം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അമ്മയ്ക്ക് ഒരു പരിചാരികയുടെ വേഷം ലഭിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ലഭിച്ചത് കൊണ്ട് വേദാന്തികളുടെ അസോസിയേഷൻ എനിക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ വേദാന്തികളിൽ നിന്നും ഈ വിശ്വത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് പരമദിവ്യോത്തമ പുരുഷനാണ് എന്ന സത്യം മനസ്സിലാക്കാൻ സാധിച്ചു. മാത്രമല്ല ഞാൻ എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ജീവാത്മാവ് ഭഗവാന്റെ കയ്യിലെ വെറും കളിപ്പാവകൾ മാത്രമാണ് എന്ന സത്യവും തിരിച്ചറിഞ്ഞു. അങ്ങനെ മനസ്സിലാക്കിയ ആ കുട്ടിക്ക് ഒരു ദിവസം അമ്മ ഒരു സർപ്പത്തിന്റെ ദംശമേറ്റ് മരിക്കാനിടയായി. അപ്പൊ ആരും ആശ്രയിക്കാൻ ഇല്ലാതായ ആ കുട്ടി, പിഞ്ചു ബാലകൻ, ഭഗവാനിൽ പരിപൂർണമായും ആശ്രയിച്ചു. അപ്പോ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്കൊരു ഗുണപാഠമാണ്. കാരണം നമുക്ക് ആരുമില്ല എന്നൊരു തോന്നലുണ്ടാവുമ്പോൾ നമുക്ക് പരിപൂർണമായി ആശ്രയിക്കാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാൻ പറയുന്നു, അർജുനനടുത്ത് പറയുന്നുണ്ട്, അല്ലയോ അർജുന, ഞാൻ നിങ്ങളുടെ സുഹൃത്തും എല്ലാ ജീവാത്മാക്കളുടെ സുഹൃത്തും വഴികാട്ടിയും അഭ്യുദയകാംക്ഷയും നിയന്ത്രിക്കുന്നവനും എല്ലാം ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അത് പരമഭക്തർക്ക് മാത്രമേ മനസ്സിലാക്കി ഉൾക്കൊള്ളുവാൻ സാധിക്കുള്ളൂ. സാധാരണ എല്ലാവരും ഭഗവത്ഗീത ശ്ലോകം വായിക്കുന്നവരാണ്, കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയും. നമ്മൾ ഭഗവത്ഗീത ബുക്ക് ഡിസ്ട്രിബ്യൂഷന് പോകുമ്പോൾ ഇത് നമ്മൾ ഫേസ് ചെയ്യുന്ന അനുഭവമാണ്. കാരണം ഒരു ബുക്ക് വെച്ച് നീട്ടുമ്പോൾ പറയും, ഓ ഭഗവത്ഗീതയാണോ, ഇത് എൻ്റെ വീട്ടിലുണ്ട് എന്ന് വെച്ചാൽ അവർക്കെല്ലാം അറിയാം എന്നാണ് സാരം. പക്ഷേ യഥാർത്ഥ അറിവ് അവർക്ക് ഇല്ല എന്നും നമുക്കും അത്രേ മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ കഷ്ടപ്പെടുകയാണ് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ. പക്ഷെ എന്നാലും അവർക്ക് ബോധ്യാവില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാല് അവരുടെ ഹൃദയത്തിൽ എത്രയോ ജന്മങ്ങൾ കൊണ്ട് അടിഞ്ഞു കൂടിയിരിക്കുന്ന ഹൃദയ മാലിന്യം ഉള്ളിടത്തോളം കാലം ഭഗവാനെ പറ്റി മനസ്സിലാക്കാനേ സാധിക്കില്ല, അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞത് എന്താണെന്ന് തിരിച്ചറിയാനേ സാധിക്കില്ല. അത് ഭക്തന്മാര് പറഞ്ഞാൽ പോലും അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. എപ്രകാരം എന്ന് ചോദിച്ചാല്, ഒരു കുടത്തില് നിറയെ പാല് നിറഞ്ഞു നിൽക്കുവാണെങ്കിൽ അതില് എത്ര നമ്മൾ അഡീഷണൽ ഒഴിക്കാൻ ശ്രമിച്ചാലും അത് നിറഞ്ഞ് കവിയും എന്നല്ലാണ്ട് അതിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുപോലെയാണ് അമൃതാകുന്ന ഈ ഭഗവാന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങോട്ട് പകർന്നു നൽകാൻ ശ്രമിക്കും. പക്ഷെ അവരുടെ കുടം നിറയെ വിഷം നിറഞ്ഞിരിക്കുകയാണ്. ആ വിഷത്തില് എങ്ങനെയാണ് പാല് പകരാൻ സാധിക്കുക? അപ്പൊ ആ വിഷം ഒഴിഞ്ഞ പാത്രത്തിൽ മാത്രമേ, വിഷമില്ലാതായെങ്കിൽ മാത്രമേ പാല് നമുക്ക് അതിലേക്ക് പകരാൻ സാധിക്കുകയുള്ളൂ. അപ്രകാരം അവരുടെ ഹൃദയ മാലിന്യങ്ങൾ കഴുകിക്കളയണം. അപ്പൊ അതിന് ഉള്ള ഏക മാർഗം ആചാര്യന്മാർ പറയുന്നത് ഭഗവാനെ തന്നെ ആശ്രയിക്കുക, ഭഗവാന്റെ നാമത്തെ തന്നെ ആശ്രയിക്കുക. നാമരുചിയിലൂടെ മാത്രമേ
ഭഗവാനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പൊ അവരെല്ലാം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ സാധിച്ചെങ്കിൽ മാത്രം ഭഗവാന്റെ ശാസ്ത്രം മനസ്സിലാക്കാൻ സാധിക്കൂ. ഇതാണ് സത്യം. അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്ന് ജപിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ക്ലാസ്സുകളെല്ലാം മനസ്സിലാകാൻ തുടങ്ങുന്നത്. ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പുക പോലെ തോന്നുള്ളൂ. എന്താ ഈ പറയണത്, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണല്ലോ അവർ പറയണേ. ഞാൻ ഇത്രയും കാലം ഞാൻ ഈ ശരീരത്തെ ആണല്ലോ പോഷിപ്പിച്ചുകൊണ്ട് നടന്നത്, ഈ ശരീരമാണല്ലോ ഞാനെന്ന് ചിന്തിച്ചിരുന്നത്. ഇപ്പൊ അവരൊക്കെ പറയുന്നു ഈ ശരീരമല്ല യഥാർത്ഥ ഞാൻ, ഇതിനകത്തിരിക്കുന്ന ആത്മാവാണ് ഞാനെന്ന് തിരിച്ചറിയണമെന്ന് പറയുന്നു. അതെങ്ങനെ ശരിയാകും? അപ്പൊ ആചാര്യന്മാർ ഉദാഹരണം സഹിതം പറഞ്ഞു തരും. ഒരു ഡെഡ് ബോഡിയെ നോക്കിയിട്ട് കുട്ടികളും ഭാര്യയും കിടന്ന് കരയാണ്, അയ്യോ അച്ഛൻ പോയേ അച്ഛൻ പോയേന്ന്. അപ്പൊ നമ്മൾ ആ കുട്ടിയോട് പറയാ, അച്ഛൻ പോയിട്ടില്ലല്ലോ, അവിടെ കിടപ്പില്ലേ എന്ന് ചോദിക്കാം. അപ്പൊ ഇത് അച്ഛനല്ല, പോയതാണ് അച്ഛൻ എന്ന് പറഞ്ഞ് കരയുന്നു. അപ്പൊ ആ പോയത് ആത്മാവാണ്. ശരീരം വിട്ട് ദേഹം വിട്ട് ദേഹി പുറത്തു പോകും. ആ ദേഹിയാണ് യഥാർത്ഥ ആത്മാവ്. അപ്പൊ ആ അച്ഛനെ ദേഹിയെയാണ് അച്ഛ അച്ഛ എന്ന് വിളിച്ചിരുന്നത്, ഈ ദേഹത്തെ അല്ല. ഈ ദേഹത്തെ വെറും ബോഡിന്നേ പറയുള്ളൂ. അവിടെ കിടക്കുന്ന ബോഡിയെ വെറും ബോഡിന്നേ പറയുള്ളൂ, അച്ഛനെന്ന് വിളിക്കില്ല. പകരം വിളിക്കുന്ന ആ പോയ ആളിനെയാണ്, ആത്മാവിനെയാണ് അച്ഛ അച്ഛ എന്ന് വിളിച്ചിരുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഞാൻ ഈ ശരീരമല്ല, യഥാർത്ഥത്തിൽ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ് യഥാർത്ഥ ഞാൻ. അപ്പൊ ഞാൻ പോയി എന്ന് പറഞ്ഞാൽ ആത്മാവ് പോയി എന്നർത്ഥം. അപ്പോ ഈ ജഡമായ അവസ്ഥയിൽ ഇരിക്കുന്ന ശരീരത്തിനുള്ളിലിരുന്ന ആ ശക്തി സ്വരൂപൻ അല്ലെങ്കിൽ ഭഗവാന്റെ അംശമായിട്ടുള്ള ആ ആത്മാവിനാണ് യഥാർത്ഥത്തിലുള്ള ഞാൻ എന്ന തിരിച്ചറിവ് നമുക്ക് ക്രമേണ കിട്ടുന്നത് ഭഗവാന്റെ കൃപയാൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം എത്രത്തോളം ജപിക്കാൻ പറ്റുമോ അത്രത്തോളം ജപിക്കാൻ പറയുന്നത്. അങ്ങനെ ജപിച്ചു വരുമ്പോൾ മാത്രമേ നമ്മുടെ ഹൃദയ മാലിന്യങ്ങൾ കഴുകി കളയപ്പെടുകയുള്ളൂ. ആ വിഷം നിറഞ്ഞ പാത്രം ഒഴിയാൻ തുടങ്ങും. അത് ഒഴിഞ്ഞു വരുമ്പോഴേ അമൃതാകുന്ന ഭഗവാന്റെ തത്വങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാനും സാധിക്കുള്ളൂ. അപ്പോ ഈ കുട്ടി വേദവ്യാസന് ബാക്ക്ഗ്രൗണ്ട് മൊത്തം പറഞ്ഞിട്ടാണ് ആ തത്വത്തിലേക്ക് കടക്കുന്നത്. ആദ്യമേ കയറി തത്വം പറഞ്ഞാല് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല വേദവ്യാസന് പോലും. അപ്പൊ ഇത്രയും വേദങ്ങളെല്ലാം രചിച്ചു, വേദാന്ത സൂത്രവും രചിച്ചു, ഉപനിഷത്തുകൾ രചിച്ചു, പുരാണങ്ങൾ രചിച്ചു, ഇതിഹാസങ്ങൾ രചിച്ചു. ഇതിലൊന്നും കിട്ടാത്ത സംതൃപ്തി ഭാഗവതം രചിച്ചപ്പോഴാണ് മാത്രമാണ് വേദവ്യാസൻ ഉണ്ടായത്. അതിൽ നിന്ന് നമുക്ക് വലിയൊരു ഗുണപാഠം പഠിക്കാനുള്ളത്, വേദങ്ങളിലൂടെ പോയി കഷ്ടപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഡയറക്റ്റ് വേ ടു മോക്ഷം കിട്ടണമെങ്കിൽ, പരിപൂർണ സംതൃപ്തി ലഭിക്കണമെങ്കിൽ ശ്രീമദ് ഭാഗവത്തിലൂടെ മാത്രം സഞ്ചരിച്ചാൽ മതി എന്ന് നമുക്ക് ആ എഴുതി വെച്ച വേദവ്യാസൻ തന്നെ തെളിവായിട്ട് പറഞ്ഞു തരികയാണ്. അതിന് തെളിവായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലെ സോഴ്സ് എന്ന് പറയുന്നത് നാരദ മഹർഷിയുടെ സോഴ്സ് ആണ്. നാരദ മഹർഷി പ്രീവിയസ് ജന്മത്തിലെ ഒരു ഗന്ധർവനായിരുന്നു. ആ ഗന്ധർവന് പൂജാവിധി സമയത്ത് കറക്റ്റായിട്ട് എത്താൻ പറ്റിയില്ല. പകരം ഒരു അപ്സര സ്ത്രീയിൽ ചെറിയ ഒരു ആകർഷണം തോന്നുകയും അത് പ്രകാരം ഇന്ദ്രന്റെ ശാപത്തിനിടയായി ആ ഗന്ധർവന് ഭൂമിയിൽ ഒരു ദാസ്യ സ്ത്രീയുടെ പുത്രനായി വന്ന് ഭവിക്കേണ്ടി വന്നു. അങ്ങനെ പ്രീവിയസ് ജന്മത്തിലെ കഥ ഉൾപ്പെടെ വ്യാസവ്യാസന് പറഞ്ഞു കൊടുക്കുകയാണ്. എനിക്ക് എങ്ങനെയാണ് നാരദ മഹർഷിക്ക് ഈ അതീന്ദ്രിയ രൂപം കിട്ടിയത് എന്ന് വേദവ്യാസൻ അതിശയിക്കുന്നുണ്ട്. അപ്പൊ ആ കഥയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ദാസ്യ സ്ത്രീയുടെ പുത്രനായി ജനിച്ചു എന്നുള്ള കാര്യവും ആ സമയത്ത് എന്താണ് ലഭിച്ചത് എന്നുള്ളതും പറയാണ്. അങ്ങനെ ഈ കുട്ടി നാരദ മഹർഷി കുട്ടിയായിരുന്ന സമയത്ത് വേദാന്തികളിൽ നിന്ന് കിട്ടിയ ആ അറിവ് വെച്ചിട്ട് സാക്ഷാൽ ഭഗവാനെ ശരണം പ്രാപിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ മെഡിറ്റേഷനിൽ ഇരുന്ന് ഹൃദയത്തിൽ അന്തരംഗത്തിൽ തന്നെ ഭഗവാനെ ദർശിച്ചു കൊണ്ടേയിരുന്നു ഈ കുട്ടി. അപ്പോഴാണ് ഭഗവാന് വളരെ ദയ തോന്നിയിട്ട് ഭഗവാൻ സ്വയം മുന്നിൽ പ്രത്യക്ഷനായി. പക്ഷെ ആ സമയം കുട്ടിയുടെ അന്തരംഗത്തിൽ ഇരുന്ന ഭഗവാൻ അപ്രത്യക്ഷനായി. അപ്പൊ കുട്ടി പെട്ടെന്ന് പരിഭ്രമിച്ചിട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോ കാണുന്നത് താൻ ഇത്രയും നാള് ഹൃദയത്തിൽ കൊണ്ടു നടന്ന അതേ രൂപം തന്റെ കൺമുന്നിൽ വന്നിരിക്കുന്നു. അതീവ സന്തുഷ്ടനായിക്കൊണ്ട് സാഷ്ടാംഗ പ്രണാമം സമർപ്പിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ആ രൂപത്തെ കാണാൻ ആഗ്രഹിച്ചു. ഒരു നിമിഷം കൊണ്ട് ആ രൂപം മായുകയും ചെയ്തു. അപ്പോൾ ആ കുട്ടി കരഞ്ഞുകൊണ്ട് നാലുപാട് നോക്കാണ്, എവിടെയാണ് ഞാൻ കണ്ട ആ രൂപം എന്ന്. അപ്പോ അശരീരി കേൾക്കാണ്, അല്ലയോ കുട്ടി, ഈ ജന്മത്തിൽ നിനക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി എന്നെ കാണണമെങ്കിൽ അടുത്ത ജന്മത്തിൽ നിനക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് മായുകയാണ്. അപ്പോ ആ അടുത്ത ജന്മത്തിന് വേണ്ടിയിട്ടുള്ള തപസ്യായിരുന്നു പിന്നീട് ജീവിതകാലം മുഴുവൻ. അപ്പോൾ അതുപോലെ ആയിരിക്കണം നമ്മളും എന്നാണ് ഇവിടെ പറയുന്നത്. അതായത്
നമ്മൾ ഭഗവാന്റെ സാക്ഷാത്കാരം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭഗവാനെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ ഭഗവാന്റെ ധാമത്തിൽ എത്താൻ വേണ്ടിയിട്ടും ഭഗവാനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടും കൺമുന്നിൽ കാണാൻ വേണ്ടിയിട്ടും എല്ലായ്പ്പോഴും കണ്ടുകൊണ്ടിരിക്കാനും ആ ആനന്ദം അനുഭവിക്കാനും വേണ്ടിയിട്ട് നമ്മൾ കഠിന തപസ്സിൽ ഏർപ്പെടണമെന്നാണ്. സന്ദർഭവശാൽ, ഭാഗ്യവശാൽ ഈ കലിയുഗത്തിൽ ഹരിനാമ സങ്കീർത്തന യജ്ഞം ചെയ്താൽ തന്നെ ആ കുട്ടി ചെയ്ത, അല്ലെങ്കിൽ മഹർഷിമാർ ചെയ്യുന്ന കഠിന തപസ്സിനേക്കാളും റിസൾട്ട്, വളരെ അമൂല്യമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും എന്നതാണ് ആചാര്യന്മാർ ഉപദേശിക്കുന്നത്. പക്ഷേ ഈ കലിയുഗത്തിലെ നമ്മളെല്ലാവരും അല്പ ആയുസ്സുക്കളും മന്ദബുദ്ധികളും ഭാഗ്യം കെട്ടവരും ആയതുകൊണ്ടാണ് എത്ര തന്നെ ആചാര്യന്മാർ പറഞ്ഞു തന്നാലും ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്തത്. അപ്പൊ ഇത് മനസ്സിലാക്കി വരുമ്പോഴാണ് ഭഗവാൻ മാത്രമേ നമുക്ക് ആശ്രയം ഉള്ളൂ എന്ന് തിരിച്ചറിവ് ഉണ്ടാവുമ്പോൾ നമ്മൾ പരിപൂർണമായിട്ടും ഭഗവാനിൽ സറണ്ടർ ആകും, ഭഗവാനെ ആശ്രയിക്കും. അപ്പോ ഹരിബോൽ ഹരേ കൃഷ്ണ. ഈ 3 ശ്ലോകത്തിൽ നിന്നും ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ഉള്ളത്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി അറിയണമെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഹരിബോൽ ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ. ആ ആ ആ അതെ 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 ആ അതെ ആ ആ ഹരിപോലെ ഹരേ കൃഷ്ണ. നല്ല ചോദ്യമാണ് മാതാജി ചോദിച്ചത്. നമ്മുടെ ആചാര്യന്മാര് പറയുന്നത് എന്താണോ, ഗുരുമുഖ പത്മാവാക്യ, അവരൊരിക്കലും കള്ളം പറയില്ല. അവർ പറയുന്നതെല്ലാം പരമസത്യമാണ്. അപ്പൊ ആചാര്യൻ ശ്രീല പ്രഭുപാദ് പറയുന്നത്, ഒരു കാരണവശാലും മനുഷ്യന് ചന്ദ്രനിൽ എത്താൻ പറ്റില്ല, ഈ ശരീരം വെച്ചിട്ട് പറ്റില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഈ കാണിച്ചതെല്ലാം തട്ടിപ്പാണ്. മോഡേൺ സയൻസ് പറഞ്ഞതെല്ലാം കള്ളത്തനാണ്. ഇപ്പൊ ISRO വിട്ടു എന്ന് പറഞ്ഞത് അവർ വേറെ എവിടെയെങ്കിലും അത് എത്തിയതാണ്, അല്ല ചന്ദ്രനിലായിരിക്കില്ല, അല്ലെങ്കിൽ ചൊവ്വയെ ആയിരിക്കില്ല. അവര് ആകാശത്ത് അന്തരീക്ഷത്തിൽ കാണുന്ന ഏതെങ്കിലും ഒരിടത്തേക്ക് ചിലപ്പോൾ എത്തിപ്പെട്ടേക്കാം. അതും വലിയ സത്യമൊന്നുമില്ല. മാത്രമല്ല, രണ്ടാമത്തെ തെളിവായിട്ട് ശ്രീല പ്രഭുപാദ് പറയുന്നത്, നമ്മുടെ കോസ്മോളജി പഠിക്കുമ്പോൾ മനസ്സിലാകും, സൂര്യൻ ഭൂമിയിൽ നിന്ന് എത്ര കാതം അകലെയാണോ അതിനേക്കാൾ അകലെയാണ് ചന്ദ്രന്റെ പൊസിഷൻ എന്ന്. കാരണം ഭൂമിയുടെ ലൊക്കേഷൻ ഇവിടെ ഭാഗവത്തിൽ പറയുന്നുണ്ട്, ഭാരതവർഷേ ഭാരതഖണ്ഡേ സൗത്ത് ദക്ഷിണ പാർശ്വേ മേരുഹു, ജംബുദ്വീപില് മൗണ്ട് സുമേരുവിന്റെ ദക്ഷിണ ഭാഗത്തായിട്ട് ഭൂമി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഭാരതവർഷത്തിലെ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അഡ്രസ് ലൊക്കേഷൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ആ നിൽക്കുന്ന ഭൂമിയുടെ 90 ഡിഗ്രിയിലാണ് മേലേക്കാണ് ചന്ദ്രന്റെ പൊസിഷൻ. ചന്ദ്രൻ എന്ന് പറയുന്നത് മൂൺ ഗോഡാണ്, ഡെമി ഗോഡാണ്. ദേവി ദേവന്മാരുടെ എല്ലാം സ്ഥാനം എന്ന് പറഞ്ഞത് സ്വർഗലോകാണ്. ഈ സ്വർഗലോകം എന്ന് പറയുന്നത് ഭൂമി ഉൾക്കൊള്ളുന്ന ഭൂമണ്ഡലത്തിന് ഉപരിയായിട്ടുള്ള ഭുവർലോകം, ആ ഭുവർലോകത്തിനും ഉപരിയായിട്ടുള്ള സ്വർഗലോകം. ഓം ഭൂർ ഭുവർ സ്വഹ അങ്ങനെ പറയുന്ന ആ 3 ലോകങ്ങളെ കണക്കാക്കിയാൽ ഭൂമണ്ഡലത്തിന് മുകളിലായിട്ട് വരുന്ന ഭുവർലോകം, അതിനും ഉപരിയായിട്ട് വരുന്ന മുകളിലേക്ക് വരുന്ന സ്വർഗലോകം. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. ശരിക്കും സൂര്യന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഭൂമി ഇരിക്കുന്ന ജംബുദ്വീപ് പോലെയുള്ള ഭൂമണ്ഡലത്തിലെ ഏറ്റവും അവസാനത്തെ ദ്വീപായ പുഷ്കര ഐലൻഡിലാണ്, പുഷ്കര ദ്വീപിലാണ്. അവിടെ മാനസോത്തര മൗണ്ടനിലാണ്
സൂര്യന്റെ ലൊക്കേഷൻ ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സൂര്യൻ എന്ന് പറയുന്ന ഭൂമണ്ഡലത്തിലും ചന്ദ്രൻ എന്ന് പറയുന്നത് സ്വർഗലോകത്തുമാണ്. അപ്പോഴേ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം ആ ഡിസ്റ്റൻസ് എന്തായാലും സൂര്യനേക്കാളും ദൂരെയാണ് ചന്ദ്രൻ എന്ന്. മാത്രമല്ല ചന്ദ്രനെ പക്ഷെ നമ്മൾ അടുത്ത് കാണുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നേരെ 90 ഡിഗ്രിയിൽ പൊക്കത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ചന്ദ്രനെ അടുത്തായിട്ട് കാണുന്നത്. നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരമാകുന്ന വിധത്തിലുള്ള ആ ആംഗിളിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ചന്ദ്രനെ അടുത്തുനിന്ന് തോന്നുന്നത്. പക്ഷെ സൂര്യനാണ് നമ്മുടെ ഭൂമിയോട് അടുത്ത് നിൽക്കുന്നത് ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ. അത് ആചാര്യന്മാർ പറഞ്ഞാണ്. എത്ര യോജന എന്ന് ഭാഗവത്തിൽ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇത്ര യോജന ഡിസ്റ്റൻസിലാണ് ഭൂമിയും സൂര്യനും തമ്മിൽ. എന്നാൽ ചന്ദ്രൻ മൂൺ ഗോഡിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്വർഗലോകത്താണ്. അപ്പോ ഓരോ ലോകങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസും ഇരട്ടിക്ക് കൂടി വരും. അപ്പൊ എങ്ങനെ നോക്കിയാലും ഭൂമണ്ഡലത്തിൽ ഇരിക്കുന്ന സൂര്യനേക്കാളും എത്രയോ അകലെയാണ് ചന്ദ്രന്റെ പൊസിഷൻ എന്ന് മനസ്സിലാക്കാം. അപ്പൊ സൂര്യനിലേക്ക് മനുഷ്യൻ എത്തിപ്പെട്ടാൽ പോലും ചന്ദ്രനിലേക്ക് എത്തിപ്പെടാൻ യാതൊരു ചാൻസും ഇല്ല എന്ന് ആചാര്യൻ പറയുന്നു. അത് വിശ്വസിക്കുകയാണ് വേണ്ടത്. മോഡേൺ സയൻസിന് ഊഹാപോഹങ്ങളിലൂടെ മാത്രമേ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റുള്ളൂ. ശരിക്കും ഈ സോളാർ സിസ്റ്റം തന്നെ അവര് പറയുന്നതൊക്കെ സൂര്യനെ ചുറ്റുന്നു എന്ന് പറയുന്ന പൊട്ട തെറ്റാണ്. ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നത് സൂര്യന്റെ ലൊക്കേഷൻ ഉണ്ട്, സൂര്യനെ ഒരു ഗ്രഹങ്ങളും ചുറ്റുന്നില്ല. ഇതെല്ലാത്തിന്റെ നിയന്ത്രണം ധ്രുവ പ്ലാനറ്ററി സിസ്റ്റത്തിനാണ്, ധ്രുവലോകത്തിനാണ്. പോൾ സ്റ്റാറിന്റെ നിയന്ത്രണത്തിലാണ് ഈ ഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ ചുറ്റുന്നത്. ഈ ഗ്രഹങ്ങളെല്ലാം ചുറ്റുന്നത് ശരിക്കും മൗണ്ട് സുമേരുവിനെയാണ്. അതാണ് വാസ്തവം. അപ്പൊ കോസ്മോളജി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഇതിന്റെ എല്ലാ പൊസിഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മാത്രമല്ല ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, യാന്തി ദേവ വ്രതാദേവാൻ പിതൃൻ യാന്തി പിതൃവൃതാന്ന്. അതായത് ഏത് ദേവി ദേവനെയാണോ വർഷിപ്പ് ചെയ്യുന്നത് ആ ലോകത്ത് നമ്മൾ മരണശേഷം എത്തിപ്പെടും. ഈ ശരീരത്തിലല്ല, മരണശേഷം ആത്മാവിന് അവിടെ എത്താനുള്ള ശരീരം ലഭിക്കുകയും അവിടെ എത്തിപ്പെടുകയും ചെയ്യും. അതായത് ഏത് ദേവനെ പ്രീതിപ്പെടുത്തിയാലും. അപ്പൊ സ്വർഗലോകത്ത് മൂൺ ഗോഡിന്റെ അടുത്ത് എത്തണമെങ്കിൽ മൂൺ ഗോഡിനെ വർഷിപ്പ് ചെയ്ത് പ്രീതിപ്പെടുത്തി മോക്ഷം കിട്ടി നമ്മൾ മരണശേഷം ആത്മാവിന് മൂൺ ഗോഡിൽ എത്താൻ പറ്റും, അല്ലെങ്കിൽ ചന്ദ്രലോകത്ത് എത്താൻ പറ്റും. അല്ലാത്ത വേറൊരു വഴിയുമില്ല. ഹരിബോൽ ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അതെ 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 ഹരേ കൃഷ്ണ. താങ്ക് യു ഹരേ കൃഷ്ണ. പ്രണാമം. ഹരിബോൽ. പറയണം. പറയൂ, ചോദിക്കും. നല്ല ചോദ്യമാണ് മാതാജി. ശരിക്കും പറഞ്ഞാല് മാതാജി നമ്മള് ഭാരതീയ സംസ്കാരം ഞാൻ പറയാം മാതാജി. ചോദ്യം മനസ്സിലായി, ഞാൻ ഉത്തരം പറയാം. അതായത് മാതാജി നമ്മള് ശരിക്കും നമ്മുടെ ഇന്ത്യയുടെ ഭാരത ഭൂമിയിൽ ജനിച്ചവരെല്ലാരും രമ മാതാജി ഒന്ന് മൂട്ടിയോ? ഓക്കെ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്തെന്ന് വെച്ചാല് നമ്മള് ഭാരതത്തിൽ ജനിച്ചവരെല്ലാരും മഹർഷിമാരിൽ നിന്ന് നോളജ് കൈമാറി കിട്ടിയവരാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? ഇംഗ്ലീഷുകാരും ബ്രിട്ടീഷുകാരും പോർട്ടുഗീസുകാരും ഇവരും എല്ലാം വന്ന് നമ്മുടെ ഭാരതഭൂമിയെ കൈവശപ്പെടുത്തി. അവസാനം നെഹ്റുവിന്റെ കാലഘട്ടം വന്നപ്പോൾ ഗാന്ധിജിയുടെ ശ്രമഫലമായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതോടൊപ്പം നെഹ്റു എന്ന് പറയുന്ന ആള് ഇന്ത്യക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആളായിരുന്നു. പക്ഷെ ആരും മനസ്സിലാക്കില്ല, നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അദ്ദേഹം ഗൂഢമായിട്ട് നമ്മുടെ ഈ ഗുരു പരമ്പരയിലൂടെ കൈമാറി വന്ന നോളജിനെ സപ്രസ് ചെയ്തു. അതായത് ഗുരുകുല വിദ്യാഭ്യാസം പാടെ ഇല്ലാണ്ടാക്കി. പകരം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നപ്പോൾ നമുക്ക് പഠിച്ച ജോലി കിട്ടും, പൈസ കിട്ടും എന്നൊക്കെ പ്രലോഭിപ്പിച്ച് നമ്മുടെ തലമുറയെ മൊത്തം ഇംഗ്ലീഷുകാർക്ക് അടിമയാക്കി. അങ്ങനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ അതിന്റെ സിലബസ് നിശ്ചയിച്ചത് ഇംഗ്ലീഷുകാരായിരുന്നു. അപ്പോൾ അവരുടെ നേതാക്കളെ പറ്റി മാത്രം ഹിസ്റ്ററിയിലൊക്കെ മുഗൾ വംശം, അക്ബർ, ബാബർ, ഹുമയൂൺ, ആവശ്യമില്ലാത്തവരെയൊക്കെ നമ്മൾ പഠിച്ച് എല്ലാവരും മനസ്സിലാക്കി വെച്ചു.
എന്നാൽ നമ്മുടെ മഹർഷീശ്വരന്മാരെ പറ്റിയോ നമ്മുടെ ആചാര്യന്മാരെ പറ്റിയോ രാമാനുജാചാര്യരെ പോലുള്ള ഗ്രേറ്റ് സേജസുകളെ പറ്റിയോ ഒന്നും ഒരു പാഠപുസ്തകത്തിലും പ്രതിപാദിച്ചു വന്നില്ല. അതിന്റെ കാരണം ഇതാണ്, അവര് ഇംഗ്ലീഷുകാർക്ക് അടിമപ്പെട്ടു പോയി. നമ്മളെല്ലാവരും, ഭാരതീയരെല്ലാവരും. ഇപ്പോ ശ്രീല പ്രഭുപാദനെ പോലുള്ള ഗ്രേറ്റ് ആചാര്യന്മാര് ആ ഗുരുകുല വിദ്യാഭ്യാസത്തെ വീണ്ടെടുക്കാനാണ് ഈ ഭാഗവതവും ഭഗവത്ഗീതയും എല്ലാവർക്കും സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പാരമ്പര്യമായിട്ട് ഈ നോളജ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മളെ പോലുള്ളവർക്ക് എവിടുന്നെങ്കിലും ഒരു സ്പാർക്ക് കിട്ടിയാൽ മതി, ആ പഴയ ആ ഓർമ്മ നമ്മളിൽ ഉണ്ടാവും. നമുക്ക് ആ ഭഗവാന്റെ കൃപ ഉള്ളത് കാരണം നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അതേസമയം വേറൊരാളുടെ അടുത്ത് പോയി പറഞ്ഞാൽ, അതായത് ഫിലിപ്പീൻസിലോ അവിടെ ഇവിടെയൊക്കെ പോയി പറഞ്ഞാൽ കൃഷ്ണൻ ആരാന്ന് പോലും അവർക്ക് അറിയില്ല. പക്ഷെ നമ്മൾ ഈ ഭാരതഭൂമിയിൽ ജനിച്ചതുകൊണ്ട് നമുക്ക് ഗുരുവായൂരപ്പനെ അറിയാം, കൃഷ്ണനെ അറിയാം, വിഷ്ണുവിനെ അറിയാം, മറ്റു ദേവി ദേവന്മാരെയൊക്കെ അറിയാം. അതൊക്കെ നമ്മൾ പരമ്പരാഗതമായിട്ട് നമുക്ക് കൈവന്ന സമ്പത്താണ് ശരിക്കും. അത് ഈ മോഡേൺ വിദ്യാഭ്യാസം കൊണ്ട് അതെല്ലാം പാടെ ഇല്ലാതാക്കി. ഇപ്പൊ പോലും ഇപ്പൊ സൗദിയിലും അങ്ങനെ ഗൾഫ് കൺട്രികളിൽ ഇപ്പൊ ഭഗവത്ഗീത പഠിപ്പിക്കണം എന്നൊരു നിയമം വന്നേക്കുന്നു. അവർ പഠിപ്പിക്കാൻ തയ്യാറാകുന്നു. പക്ഷെ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഒരിടത്തും ഭഗവത്ഗീത പഠിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. അതാണ് വാസ്തവം. പിന്നെ എങ്ങനെ നമുക്ക് ഈ ജ്ഞാനം കിട്ടും? നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ കിട്ടും? അതിനു വേണ്ടിയിട്ടാണ് ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഇത്രമേൽ കഷ്ടപ്പെടുന്നത്, എല്ലാവരിലും ഭഗവത്ഗീത എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ബുക്ക് ഡിസ്ട്രിബ്യൂഷന് പോകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആരും കൈപ്പറ്റുന്നില്ല. കാരണം അവർക്ക് അറിയില്ല, ഇതിലുള്ള ആ ഗ്രേറ്റ് ശാസ്ത്രം അവർക്ക് അറിയില്ല. എന്നാൽ അറിയാനുള്ള ഒരു ആകാംക്ഷയും ഇല്ല. പക്ഷേ നമ്മൾ എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞ് ബോധിപ്പിച്ചാൽ അവർക്കൊരു ചെറിയൊരു സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഇതിൽ സ്റ്റിക്ക് ഓൺ ആയി വരും. അങ്ങനെ വന്നവരാണ് നമ്മളെല്ലാവരും. ഹരിബോൽ ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതിനൊരു വലിയ ശ്രമത്തിലാണ് ഞാനിപ്പോ. ശരിക്കും ഈ ശ്രീമദ് ഭാഗവതം മറ്റുള്ളവർക്ക്, ഒരു സാധാരണ മനുഷ്യന് കാണാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഒരു വലിയ പ്രോജക്റ്റും കൊണ്ട് നടക്കുകയാണ് മാതാജി ഞാൻ. നിങ്ങളെപ്പോലുള്ള ഭക്തന്മാരുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അത് സക്സസ് ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് എനിക്കൊരു ബ്രഹ്മാണ്ടം ആദ്യം ചെയ്യണം. അതിനകത്ത് കോസ്മോളജി എല്ലാം കാണിക്കണം. സൂര്യന്റെ പൊസിഷൻ, ഭൂമിയുടെ പൊസിഷൻ, രാഹു കേതുക്കളുടെ പൊസിഷൻ. ഇന്ന് വരെ മോഡേൺ സയൻസ് രാഹു കേതുക്കളെ മനസ്സിലാക്കിയിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല, അവർക്ക് അറിയുമില്ല. പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള ജ്യോതിഷം പഠിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും രാഹു കേതു എന്ന് പറഞ്ഞിട്ട് ഗ്രഹങ്ങൾ ഉണ്ടെന്ന് അറിയാം. അപ്പൊ അതിന്റെ പൊസിഷൻ എവിടെയാണെന്ന് ഭാഗവത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം എനിക്ക് കാണിക്കാൻ പറ്റണം, ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ച് കാണിക്കണം. ഒരു മോഡൽ ഉണ്ടാക്കി വെച്ച് കാണിക്കുമ്പോൾ മാത്രമേ ആളുകൾക്ക് ബോധ്യമാവുള്ളൂ. പിന്നെ അത് ഇതെല്ലാം പറഞ്ഞിരിക്കുന്ന ഭാഗവതം മൊത്തം മനസ്സിലാവണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാന്റെ കൃപ ഉണ്ടാവണം. കൃപ ഉണ്ടാവണമെങ്കിൽ ഭഗവാന്റെ നാമം ജപിക്കണം. അത് അവരാരും ഏബിൾ ആകാത്തതുകൊണ്ട്, അവർക്കാർക്കും നാമം ജപിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ആ വഴിയിൽ നിറയെ ഞാൻ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഹരേ കൃഷ്ണ മഹാമന്ത്രം കണ്ണുകൊണ്ട് കണ്ട് വായിക്കണം. ഇംഗ്ലീഷിൽ എഴുതി വെച്ചാൽ ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയാം, അവർ വായിച്ചോളും. പ്ലസ് അതിൽ കൂടെ പ്രഭുപാദിന്റെ ആ ശബ്ദ വീചികളും കൂടെ കേൾപ്പിക്കാം, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത്. അങ്ങനെ സ്പീക്കറിലൂടെ കേൾക്കുമ്പോൾ അവരുടെ ആത്മാവിൽ അത് പതിയും. അങ്ങനെയെങ്കിൽ മാത്രമേ അകത്തേക്ക് കടക്കുമ്പോൾ ഈ കോസ്മോളജി പറയുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് ബോധ്യമാവുള്ളൂ. അതാണ് വാസ്തവം. അതിനു വേണ്ടിയുള്ള എളിയ ശ്രമത്തിലാണ് ഞാൻ. അപ്പോൾ ഭഗവാന്റെ കൃപയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ ലോകത്തിന് മുന്നിൽ അത് കാണിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു. ഹരിബോൽ ഹരേ കൃഷ്ണ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, താങ്ക് യു. ഹരിബോൽ ഹരേ കൃഷ്ണ. അപ്പോ നമ്മുടെ കഥാമൃത മാതാജി എന്താ ചെയ്യാ മാതാജി, ടോപ്പിക്ക് തീർന്നു. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. വാഞ്ച പറയട്ടെ. വാഞ്ചാകൽപതരൂപശ്യ കൃപാസിന്ധുഭയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंतकोटि वैष्णव वृंद की जय, श्रीला प्रभुपाद की जय, गुरु महाराज की जय, नित्याय गौर प्रेमानंदे हरि हरि बोल. हरे कृष्ण. हरे थैंक यू. हरे कृष्ण. थैंक यू. ओके.
ഞാൻ ക്വിറ്റ് ചെയ്യുന്നു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. പ്രണാമം, പ്രണാമം. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ദയവായി ഇത് മാക്സിമം ആൾക്കാരിൽ എത്തിക്കാനായിട്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഹരി ബോൽ, ഹരേ കൃഷ്ണ. താങ്ക് യു.